ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ മസാല ദോശയുടെ ഒരു റെസിപ്പി കണ്ടാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചെടുക്കുകയാണേ. ഉഴുന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഉഴുന്ന് അരയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അപ്പോൾ അരി വെള്ളത്തിലിട്ടില്ലേന്ന്. ഞാൻ പച്ചരിക്ക് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് വറുത്തരിപ്പൊടിയാണ്. ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വറുത്തരിപ്പൊടി. ഉഴുന്നും അരിപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ രൂപത്തിൽ കലക്കി വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും മാവ് നന്നായി പുളിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കലക്കി ദോശമാവ് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് മസാലക്കറിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഉരുളൻകിഴങ്ങ് ചെറുതായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് മുറിക്കാണ്ട് മുഴുവനോടെയാണ് ഇട്ടിരുന്നത്. ഉരുളൻകിഴങ്ങ് വലുതാണെങ്കിൽ നമുക്ക് നടുമുറിച്ച് വേവിക്കാൻ വയ്ക്കാം. കുക്കറിൻ്റെ ബ്രാൻഡും സൈസ് അനുസരിച്ച് നമുക്ക് വേവാൻ വേണ്ട വിസിലുകളുടെ എണ്ണം മാറുണ്ടോ. ഞാനിവിടെ 4 വിസിലാണ് വരുത്തിയിരുന്നത്. ഉരുളൻകിഴങ്ങ് വെന്തതിന് ശേഷം മാറ്റി വെച്ച് നമുക്ക് വേറൊരു ചട്ടി വയ്ക്കാം. ചട്ടിയിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, വേപ്പില, അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടൊന്ന് പച്ചമണം പോണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇഞ്ചിയുടെയും മുളകിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് സവോള അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. സവോള നമുക്ക് മറ്റ് കറികളെ പോലെ നന്നായി വാടി കിട്ടൊന്നും വേണ്ട കേട്ടോ. ഗോൾഡൻ നിറമൊന്നും ആവണ്ട. നമുക്ക് ചെറിയൊരു പകുതി മൂപ്പായാൽ മതി സവോള. നമുക്കിനി ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കണില്ല കേട്ടോ, പച്ചമുളകാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സവോള നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള വാടുന്ന നേരം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് ഇതേപോലെ നന്നായി ഉടച്ചു കൊടുക്കുക. എൻ്റെ ഉരുളൻകിഴങ്ങുണ്ടല്ലോ ചെറുതായിട്ട് വേവ് കുറവായിരുന്നു. അതാണ് ഈ ഉരുളൻകിഴങ്ങ് ഓടിക്കളിക്കണത്. ചില ഉരുളൻകിഴങ്ങ് നമ്മുടെ എല്ലാം ഒരേപോലെ വേവില്ല, ചിലത് വേവ് ഇല്ലാത്ത ഉരുളൻകിഴങ്ങ് ഉണ്ടാവും. എൻ്റെ 2 എണ്ണം അങ്ങനത്തെ ആയിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് നന്നായി ഉടച്ചെടുക്കാം. അതിന് ശേഷം നമ്മുടെ സവോള മീഡിയം വാട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് തീരെ വെള്ളം ഒഴിക്കണില്ല കേട്ടോ. നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാലക്കറി ലൂസായ മസാല ദോശയ്ക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായി മസാലയും ഉരുളൻകിഴങ്ങ് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാനൊരു ദോശപ്പാൻ വെച്ച് ദോശ ഉണ്ടാക്കാൻ പോവാണ്. ദോശ പരത്തുമ്പോൾ വളരെ തിന്നായിട്ട് നല്ല വട്ടത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. എന്നാലേ നമുക്ക് ആ മസാല ദോശയുടെ ഒരു രസം കിട്ടുള്ളൂ. കനം കുറഞ്ഞ് നല്ല മൊരിഞ്ഞ ദോശ. അപ്പോൾ ഞാൻ വലിയൊരു വട്ടമായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വരണ സമയമാകുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദോശയുടെ അടിവശമൊക്കെ നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വേണ്ട മസാല ഫില്ല് ചെയ്തു. അങ്ങനെ അരി അരയ്ക്കാതെ എളുപ്പത്തിൽ നമ്മുടെ കിടിലൻ മസാല ദോശ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല മുരിഞ്ഞ മസാല ദോശ. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.